Okay, good morning. Okay. Okay. Till now, we have learned many problems regarding how to find the resultant of the forces, a given system of forces. So you are given a system of forces, and you are asked to find the resultant of the forces. So for that, uh, you have to find the values of sigma fx, sigma fy. Using that, you find the value for the resultant r, which is equal to root of sigma fx square plus sigma fy square. Then tan alpha equal to absolute value of sigma fy by sigma fx. So in that way, you have find the magnitude and direction of the resultant. Okay. Now we have to find the problems for equilibrium case. So what is the case of equilibrium, or what is meant by equilibrium? So equilibrium means it is a state. It is a state of a system where the net force is zero. Net force acting is zero, or the resultant is zero. ഇപ്പോൾ ഈ റിസൾട്ടൻ്റ് സീറോ ആകുന്ന കേസ് അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയും. ഇപ്പോൾ ഇക്വിലിബ്രിയം ആകുമ്പോൾ എന്തായിരിക്കും, ആ ബോഡി അവിടെ അനങ്ങില്ല, അല്ലേ, അവിടെ തന്നെ നിൽക്കുന്നു. ഫോർ ദ സോ കൺസിഡർ ദ കേസ് ഓഫ് എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് എ ടേബിൾ. ഇപ്പോൾ ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു ആൾ നിൽക്കുകയാണ്. അപ്പം നിൽക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. എന്തുകൊണ്ടായിരുന്നു? കാരണം ആ സിസ്റ്റം, അതായത് ദ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് ദ ടേബിൾ ആൻഡ് ദ മാൻ ഈസ് ഇൻ ഇക്വിലിബ്രിയം. അവരൊരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കുക എന്ന് പറയുന്നത്. അതായത് ആ ബോഡി അല്ലെ ആ മാനിൻ്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മാൻ ഈസ് ഗിവിങ് ആൻ ആക്ഷൻ, ഒരു ആക്ഷൻ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ താഴത്തെ ടേബിൾ എന്ത് ചെയ്യും? ഒരു റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. സോ ദ ടേബിൾ ക്രിയേറ്റ്സ് എ റിയാക്ഷൻ ടു ദ മാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആക്ഷനും റിയാക്ഷനും തമ്മിൽ ആക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ അവിടെ ഒരു റിസൾട്ടൻ്റ് ഫോഴ്സ് ഉണ്ടാവുന്നില്ല, സീറോ ആകുന്നു. അങ്ങനെയാണ് ഇക്വിലിബ്രിയം വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇതുപോലുള്ള ഇക്വിലിബ്രിയം സിസ്റ്റം ഓഫ് ഫോഴ്സസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് ടേംസ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുണ്ട്. ആക്ഷൻ, റിയാക്ഷൻ, അതുപോലെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം വൺ ബൈ വൺ. ഓക്കെ. So these are some examples for the physical system where action and reaction occurs. So here a man is pushing a wall. So what we are giving is the action. This is the action, that is the man is pushing the wall. So and the wall is not going beyond. ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? because the wall is creating a reaction in the opposite direction of the same magnitude. കണ്ടാൽ നമുക്കറിയാം അല്ലേ, ഈ കൊടുത്ത അതേ ആക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്താണ് ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഏതൊക്കെ ഫോഴ്സ് കൊടുക്കുന്നോ, എപ്പോഴൊക്കെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു, അപ്പോഴൊക്കെ അവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അതായത് ഒരു ബോഡി പുഷ് ചെയ്തപ്പോൾ തന്നെ എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നു. അതിനെയാണ് നമ്മൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ അല്ലേ. ഇപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ എന്താണ്? ദിസ് ഇസ് ദ ആക്ഷൻ, ദാറ്റ് ഈസ് ദ ഫിസ്റ്റ് എക്സേർട്സ് ദ ഫോഴ്സ് ഓൺ ദ ജോ.
ഇയാടെ ചാണാക്കി നോക്കി കൊടുക്കുന്നുണ്ട് നല്ല അല്ലേ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഈയുടെ ജോയിലേക്ക് എന്താണ് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. പക്ഷേ ഇവിടുന്ന് ഈ തല പറഞ്ഞങ്ങ് പോകുന്നുണ്ടോ തെറിച്ച്? ഇല്ല, ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന അത് തെറിച്ച് പോകുന്നുണ്ട്, അത് വേറെ കേസ്. പക്ഷേ ആ ഒരു ചെറിയ മൊമെൻറ്റിൽ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു ഈ ഫിസ്റ്റിൽ നിന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു ഈ റെഡ് കളർ കാണുന്ന ഡയറക്ഷനിൽ. അപ്പോൾ ഈ ഫിസ്റ്റ് തിരിച്ച് ഇങ്ങോട്ടേക്കൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഫിസ്റ്റിൽ അയാൾക്ക് ആ ഒരു ഇയാടെ പല്ലൊക്കെ ഇടിക്കുമ്പോൾ ഒരു വേദന ഉണ്ടാവും കയ്യിലും ചെറുതായിട്ട്. അപ്പോൾ തിരിച്ചു വരുന്ന ഒരു ഫോഴ്സ്, അതാണ് റിയാക്ഷൻ. റിയാക്ഷൻ ഇസ് ദ ജോ എക്സേർട്ട് ദ ഫോഴ്സ് ഓൺ ദ ഫിസ്റ്റ്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് ആക്ഷൻ, എന്താണ് റിയാക്ഷൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ അല്ല, ഇതൊരു സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒരു എന്താ പറയുക, റോക്ക് ഉണ്ട്. ദിസ് ഈസ് ദ ഗ്രൗണ്ട് ആൻഡ് ദ മാൻ്റെ ലെഗ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം എന്താണ്, ഹീസ് എക്സേർട്ടിങ് എ ഫോഴ്സ് ഓൺ ദ സ്റ്റോൺ, ദാറ്റ് ഈസ് ദ ആക്ഷൻ. ഇനി അതങ്ങനെ ഉരുണ്ട് പോകുന്നില്ല. കാരണം എന്താ? ദെൻ ദ ഫോഴ്സ് ഓർ ദ റോക്ക് എക്സേർട്സ് എ ഫോഴ്സ് ഓൺ ദ മാൻ. തിരിച്ച് ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് വരുന്നു, അതാണ് റിയാക്ഷൻ. എന്താ ഇത്? ഓക്കെ, ദെൻ നൗ ദ കോണ്ടാക്ട് പോയിന്റ്. ഓരോ കോണ്ടാക്ട് പോയിന്റിൽ ഇതേപോലെ നമുക്ക് ഒരു ആക്ഷൻ റിയാക്ഷൻ പെയർസ് ഉണ്ടാവും. ഇവിടെ നോക്കുകയാണെങ്കിൽ അറ്റ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ഹിസ് ലെഗ് വിത്ത് ദ ഗ്രൗണ്ട്, ഹിയർ ഹി ഈസ് എക്സേർട്ടിങ് എ ഫോഴ്സ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. ഈ കാണുന്ന റെഡ് കളറിലെ ഡയറക്ഷനിൽ അയാൾ കാലിൽ കൊണ്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. പക്ഷെ അപ്പോൾ എന്താണ്, ഗ്രൗണ്ട് പൊളിഞ്ഞ് താഴോട്ട് പോകുന്നുണ്ടോ? ഇല്ല. പകരം എന്താണ്, അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി ഗ്രൗണ്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊരു റിയാക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് കേസിലും നമുക്കൊരു ഫിസിക്കൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ആക്ഷൻ റിയാക്ഷൻ പെയർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴും നമുക്കിത് കാണാൻ പറ്റും. പിന്നെ അടുത്ത നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ എന്താണ് ഫ്രീ ബോഡി ഡയഗ്രാം? വാട്ട് ഈസ് എ ഫ്രീ ബോഡി ഡയഗ്രാം? ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്കെച്ച് ഷോയിങ് ദ ഫിസിക്കൽ സിറ്റുവേഷൻ ഓഫ് എ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് സെവറൽ ബോഡീസ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. ഈച്ച് ബോഡി ഓഫ് ദ സിസ്റ്റം കൺസിഡേർഡ് സെപ്പറേറ്റ്ലി മസ്റ്റ് ബി ഇൻ ഇക്വിലിബ്രിയം. അതായത് ഇപ്പോൾ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഒരു റോക്കുണ്ട്, ഒരു മനുഷ്യനുണ്ട്, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഇതെല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ്. ഇത് അനങ്ങുന്നില്ല അല്ലേ. നമ്മൾ നോക്കുമ്പോൾ ഇത് അനങ്ങുന്നില്ല, പക്ഷേ അവിടെ എന്തൊക്കെ കുറേ ഫോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇയാളിങ്ങനെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഈ റോക്ക് തിരിച്ചിങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഇയാളുടെ ലെഗിൽ കുറച്ച് ഫോഴ്സ് താഴേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പുറമേ നോക്കുമ്പോൾ എന്താണ്, വെറുതെ ഇരിക്കുകയാണല്ലേ, ഒരു പണിയിലുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാണുള്ളത്? ദിസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ റോക്ക്, ദ മാൻ ആൻഡ് ദ ഗ്രൗണ്ട്. സോ ഇഫ് ദിസ് സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം, ദാറ്റ് മീൻസ് ഈച്ച് ഇൻഡിവിജ്വൽ പാർട്സ് ഓഫ് ദ സിസ്റ്റം ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം. അതായത് ഇതിലെ ഓരോ പാർട്ടും ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അതായത് ഗ്രൗണ്ട് ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അതേപോലെ മാൻ ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ, മാൻ മാത്രമാണെങ്കിൽ അയാൾ ഇക്വിലിബ്രിയത്തിലാണ്. അതായത് മാൻ്റെ ദേഹത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. അതായത് ഒരു റിസൾട്ടൻ്റ് ഫോഴ്സ് ഉണ്ടാവില്ല. അതുപോലെ റോക്കിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഉണ്ടാവും. അതായത് ഇയാൾ തള്ളുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ഇയാൾ കൊടുക്കുന്ന ഫോഴ്സ്. അതേപോലെ ഇതിൻ്റെ വെയിറ്റ് കാരണം ഒരു റിയാക്ഷൻ ഉണ്ടാവും ഗ്രൗണ്ടിൽ, അതേപോലെ ഇതിൻ്റെ വെയിറ്റ്. ഇപ്പോൾ ഇങ്ങനെ വേറെ എന്തെങ്കിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തമ്മിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. കേസ്, ഒരു സിമ്പിൾ കേസ് നോക്കുകയാണ്. ഇതേപോലെ ഒരു ട്രഞ്ച് ഉണ്ട്, ഇങ്ങനൊരു റെക്റ്റാങ്കുലർ ഹോൾ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, ആൻഡ് യു ഹാവ് 2 റോളേഴ്സ്. 2 കളറിൽ കാണുന്ന 2 റോളേഴ്സ് ഉണ്ടെന്ന് കരുതുക. So you have got 2 rollers, roller 1 and roller 2.
റോളർ 1ഉം റോളർ 2 ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി ഇപ്പോൾ ഇത് ഒരു സിസ്റ്റം, ദിസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എന്താണ്, 2 റോളേഴ്സ്, റോളർ 1 ആൻഡ് റോളർ 2 വിച്ച് ഈസ് കെപ്റ്റ് ഇൻ എ എന്താണ് റെക്റ്റാങ്കുലർ ഹോൾ. ഇതേപോലെ ഒരു റെക്റ്റാങ്കുലർ ഹോൾ ഉണ്ട്, അതിനകത്തേക്ക് ഇങ്ങനെ 2 റോളേഴ്സ് ഇട്ടേക്കാണ്. ഇവിടെ എവിടെയൊക്കെയാണ് ടച്ച് ചെയ്തേക്കുന്നത് നോക്കാം. നമുക്ക് ഈ റോളർ 1ൻ്റെ കേസ് നോക്കാം. ഈ റോളർ 1 എന്താ ചെയ്യുന്നത്? റോളർ 1 ഇത് ഇങ്ങനെ ഒരു റോളർ 2ൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ട്. ദെൻ ഈ വെർട്ടിക്കൽ വാളിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ, അപ്പോൾ അവിടെയും ഒരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ട്. ഇനി റോളർ 2യുടെ കേസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ താഴെ ഒരു കോണ്ടാക്ട് പോയിന്റ് ഉണ്ട്, അതുപോലെ ഈ ഒരു വോളുമായിട്ടൊരു കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോയിന്റ്. എന്തൊരു ഓക്കെ, ഇനി നമുക്ക് ഓരോ 1 by 1 ആയിട്ട് നോക്കാം എന്തൊക്കെ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് ദിസ് സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം, ദാറ്റ് ഈസ് ദ സിസ്റ്റം കണ്ടെയ്നിങ് ദിസ് 2 റോളേഴ്സ് ഈസ് ഇൻ ഇക്വിലിബ്രിയം, ദാറ്റ് മീൻസ് ഈച്ച് ഓഫ് ദ റോളർ ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം. ഓരോ റോളറും സെപ്പറേറ്റ്ലി ഷുഡ് ബി ഇക്വിലിബ്രിയം. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 1 മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. 1നെ എടുക്കുമ്പോൾ നമ്മൾ 2നെയൊക്കെ അങ്ങ് മറക്കുന്നു. ഇനി 2നെ കൺസിഡർ ചെയ്യുമ്പം 1നെയൊക്കെ മറക്കുന്നു, ബാക്കിയുള്ളതിനെയൊക്കെ മറന്നിട്ട് അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് മാത്രം നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പം അതിനു മുൻപ് എന്തൊക്കെയാണ് റോളർ 1ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ റോളർ, ഇപ്പോൾ എന്ത് ഒബ്ജക്റ്റ് എടുത്താലും വിച്ച് എവർ ഒബ്ജക്റ്റ് മേ ബി, ഇറ്റ് ഷുഡ് ഹാവ് എ വെയിറ്റ്. അതിനൊരു വെയിറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ വെയിറ്റ് എങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുക? ബോഡിയുടെ വെയിറ്റ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ദ വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ആക്ടിങ് എങ്ങനെയാണ്? വെർട്ടിക്കലി ഡൗൺവേർഡ്സ് അല്ലേ. വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത് ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ. അപ്പോൾ അത് ആക്ട് ചെയ്യുന്ന എപ്പോഴും അതിൻ്റെ സെൻട്രോയിഡിൽ കൂടെ ആയിരിക്കും ആക്ട് ചെയ്യുക. അതായത് ജോമെട്രിക്കൽ സെൻറ്റർ അവിടെ കൂടെ ആക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പം ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ദ വെയിറ്റ് ഓഫ് ദ ബോഡി, വെയിറ്റ് ലെറ്റ് ഇറ്റ് ബി W1, വെയിറ്റ് ഓഫ് ദ ബോഡി 1 ആക്ടിങ് ഡൗൺവേർഡ്സ്. ഇനി നെക്സ്റ്റ് ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ബോഡി ഈ വാളിലേക്ക് ടച്ച് ചെയ്തിരിപ്പുണ്ട് അല്ലേ. അപ്പോൾ വാളിലേക്കൊരു ഫോഴ്സ് ഈ ബോഡി കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വാളിലേക്കൊരു ബോഡി ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ, ഇതേപോലൊരു ഫോഴ്സ് വാളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ വാൾ തിരിച്ച് ഒരു ഫോഴ്സിനേക്ക് അപ്ലൈ ചെയ്യും അല്ലേ. അതിനെയാണ് നമ്മൾ റിയാക്ഷൻ എന്ന് പറയുന്നത്, റിയാക്ഷൻ ഫോഴ്സ്. അതാണ് നമ്മുടെ R. അപ്പോൾ ഈ ഓരോ പോയിന്റിന് നമുക്ക് ജസ്റ്റ് പേര് കൊടുക്കാം, കോണ്ടാക്ട് പോയിന്റ്സ്. ലെറ്റ് ഇറ്റ് ബി 1, ഈ പോയിന്റിന് നമുക്ക് 2, ഇതിന് 3, ദിസ് വൺ 4, ഇങ്ങനെ നമുക്ക് കൊടുക്കാം വെറുതെ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് 1ൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും, ദാറ്റ് ഈസ് R1. പോയിന്റ് 1 ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വി ആർ ഗിവിങ് ദ വാല്യൂ ആസ് R1. ഓക്കെ, റിയാക്ഷൻ അറ്റ് ദ പോയിന്റ് 1. ഇനി അതുപോലെ ഇനിയും ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുക. ഡയറക്ഷൻ എപ്പോഴും എങ്ങനെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരിക. അല്ലെങ്കിൽ ഇപ്പോൾ സർക്കിൾ ആണെങ്കിൽ ഈ സർക്കിളിൻ്റെ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ, ഓർ ഇറ്റ് ആക്ട്സ് അലോങ് ദ ലൈൻ ത്രൂ ദ സെൻറ്റർ. ഈ സെൻറ്ററിൽ കൂടെ പോകുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യും ഈ റിയാക്ഷൻ ആക്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് 2ൽ കേസ് എന്താണെന്ന് നോക്കാം നമുക്ക്. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഏതാണ്? റോളർ 1ൻ്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ റോളർ 1ലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വിച്ച് ഓർ ഫോഴ്സസ് ആർ ആക്ടിങ് ടുവേർഡ്സ് ദ റോളർ 1. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ സംഭവിക്കുന്നത്. 2 എന്ന് പറഞ്ഞ പോയിന്റിൽ സംഭവിക്കുന്നത് എന്താണ്? ദ റോളർ 1 ഈസ് കെപ്റ്റ് ഓവർ ദ റോളർ 2 അല്ലേ. 1 ഈ 2 എന്ന് പറഞ്ഞ് റോളറിൻ്റെ മുകളിൽ വെച്ചേക്കാണ്. അപ്പം അങ്ങനെ മുകളിലേക്ക് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്താ 1
ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് 2ലേക്ക് അല്ലേ. പക്ഷേ 2നെ പൊളിച്ചകത്തോട്ട് കയറി പോകുന്നുണ്ടോ? ഇല്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. അതായത് വൺ ഇസ് ആക്ടിങ് ഓർ ഗിവിങ് എ ഫോഴ്സ് ടുവേർഡ്സ് ദ പോയിന്റ് 2. ആ സമയത്ത് എന്താ സംഭവിക്കുക? ദ റോളർ 2 അപ്ലൈസ് എ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ കൊടുക്കും 2ലേക്ക്, സോറി ബോഡി 1ലേക്ക്. അതിനെയാണ് നമ്മൾ ആർ എന്താണ് പോയിന്റ് 2 ആയതുകൊണ്ട് നമ്മൾ R2 നമ്മൾ കൊടുത്തു. ഓക്കെ, ഇനി അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ എങ്ങനെ ആയിരിക്കും? ഇതും ആക്ടിങ് അലോങ് ദ ഉണ്ടോ സെൻറ്ററിലേക്കായിരിക്കും ആക്ട് ചെയ്യുക. ഈ വെയിറ്റും അതേപോലെ തന്നെ സെൻറ്ററിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി 1. ഇനി അടുത്ത ബോഡി 2 കൺസിഡർ ചെയ്യാണ്. ബോഡി 2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്തേക്ക് ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ വെയിറ്റ് അല്ലേ, വെയിറ്റ് ഓഫ് ദ ബോഡി 2, ലെറ്റ് ഇറ്റ് ബി W2. ഇറ്റ് വിൽ ബി ആക്ടിങ് ലൈക്ക് ദിസ് ഇൻ ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ, വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. അപ്പോൾ ഇതും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് സെൻട്രിൽ കൂടെ ആയിരിക്കും ആക്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് അറ്റ് ദ കോണ്ടാക്ട് പോയിന്റ് 3. ഈ പോയിന്റ് 3യിൽ സംഭവിക്കുന്ന എന്താണ്? ഈ ബോഡി 2 ഈ താഴത്തെ ഫ്ലോറിൽ ടച്ച് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലോറിനകത്തേക്ക് താഴേക്കൊരു ഫോഴ്സ് ഈ ബോഡി കൊടുക്കുന്നുണ്ട് അല്ലേ, ബോഡി താഴേക്കൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോഴ്സ് കാരണം അതാണ് ആക്ഷൻ. അപ്പോൾ ആ ആക്ഷൻ കാരണം എന്താണ്? ഒരു റിയാക്ഷൻ, അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു റിയാക്ഷൻ ഈ ഫ്ലോർ മുകളിലേക്ക് കൊടുക്കും. അതാണ് R3. അതും ഏകദേശം എന്താണ് ഇങ്ങനെ ഈ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക, ടുവേർഡ്സ് ദ സെൻറ്റർ പോയിന്റ്. ഓക്കെ, ഈ നെക്സ്റ്റ് കോണ്ടാക്ട് പോയിന്റ് 4. ഹിയർ ദ ബോഡി 2 ഈസ് എക്സേർട്ടിങ് എ ഫോഴ്സ് ടുവേർഡ്സ് ദ വാൾ. ഇതിലേക്കൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ, വിച്ച് ഈസ് ദ ആക്ഷൻ. ഒരു ആക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു റിയാക്ഷൻ എന്താണ് ഈ വാൾ ക്രിയേറ്റ് ചെയ്യും അല്ലേ, അതാണ് R4 എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ, സോ ദീസ് ആർ ദ ഫോഴ്സസ് വിച്ച് ആർ എക്സേർട്ടഡ്. അതേപോലെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഏതാണ്? പോയിന്റ് 2ൽ. ഇനി നേരെ തിരിച്ചാണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ ബോഡി 1 കൺസിഡർ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഈ 2 എന്ന് പറഞ്ഞ പോയിന്റിന്. ഇനി നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഏതാണ്? വി ആർ കൺസിഡറിങ് ദ റോളർ 2. ഈ താഴത്തെ റോളറാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? അതിലേക്ക് വരുന്ന ഫോഴ്സുകളെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി അവിടെ പോയിന്റ് 2ൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. പോയിന്റ് 2ൽ ഈ പറഞ്ഞ റോളർ 1 കോണ്ടാക്റ്റിലാണ് അല്ലേ. അപ്പോൾ സോ ദിസ് particular roller, that is roller 2, is exerting a force in this particular direction. That is വേറെ കളർ വെച്ച് നോക്കാം. ഒരു പച്ചയിക്കട്ടെ. So the roller 2 is exerting a force in this particular direction. So as a result, this roller 1 is exerting a reaction force towards the roller 2. അപ്പോൾ ഒരു റിയാക്ഷൻ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു. അത് എന്താണ്? R2 ഇറ്റ്സെൽഫ് ഉണ്ടോ, രണ്ടും R2 തന്നെ, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ബോഡി 2. അപ്പോൾ നമ്മൾ പറയുന്നത് വേറൊന്നുമല്ല. സപ്പോസ് ഇഫ് ദ സപ്പോസ് the system consisting of the roller 1 and 2 is in equilibrium. That means these two individual systems should be separated in equilibrium, and also the forces. So the forces acting on body 1 are the weight W1, reaction force R1 and R2. These three forces makes the system 1 in equilibrium. And also for the body 2, while considering the body 2, the 4 forces are there. That is the weight 2 and reaction R4, R3
and R2. So these all the effect of which will cause a resultant to be 0 or the system is in equilibrium. So these are the two rollers, and you can see how it will be acting. So the forces we can represent here. The points are 1 and 2 here. Okay. Point, this is 2 and this is 1. So the forces acting on 1 is, this is the roller 1. So the forces acting are R1, R2, and the weight W1. And for the body 2, the forces acting are the weight W2, which is acting vertically downwards, W2, then the reaction forces on the floor and the reaction on the wall and also on the contact surface. It is R2, here R3 and R4, R3 and R4. So this particular figure or diagram is termed as the free body diagram. So we are freeing the bodies, individual bodies, and we are representing the forces acting on each body using the arrows or notations. So here we are considering the forces like weight, reaction forces, tension or compression, etc. So these diagram is termed as a free body diagram. So in order to find the values for this problems, including the equilibrium condition, we are creating the free body diagram. So first of all, first step is we have to find the free body diagram or draw the free body diagram, and using that we will do the problems. Okay. So now I think you can do one problem. So take down the problem. First of all, we can draw a figure for that. Okay. Center point O. Okay. Problem. A smooth sphere of radius, a smooth sphere of radius 15 centimeter and weight 2 Newton and weight 2 Newton is
supported in contact with a supported in contact with a contact with a smooth vertical wall by a smooth vertical wall with a smooth string whose length equal whose length equals radius of the sphere, radius of sphere. The string joins a point, the string joins a point on the wall, a point on the wall, and a point on the surface of the and a point on the point on the surface of the sphere of the sphere now work out inclination and work out inclination and the tension in the string, tension in the string and reaction of the wall and reaction of the wall okay. So here you can see a sphere. What is the peculiarity of that? Whose length is equal to radius of the sphere, that is suppose this is the radius of the sphere, radius is r, then this is the length of the string is also r. Okay, so this total length will be 2r. Total length will be 2r. A string of this black color is connected to the sphere like this in this point, and this is resting on a vertical wall like this. ഇങ്ങനെ ഒരു ബോൾ കെട്ടി തൂക്കിയിട്ടേക്കാണ് ഒരു വാളിൽ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യും നമുക്ക് ഏകദേശം അറിയാം അല്ലേ? എന്തൊക്കെയായിരിക്കും ആക്ട് ചെയ്യുക? അതായത് ഇതുപോലെ ഒരു വെർട്ടിക്കൽ വാളായിരുന്നു, വെർട്ടിക്കൽ വാൾ ഉണ്ട്. അപ്പോൾ വെർട്ടിക്കൽ വാളിലേക്ക് ഒരു സ്ട്രിങ് ഉണ്ടായിരുന്നു ഇങ്ങനെ
അപ്പോൾ അതിനകത്തേക്കാണ് ഈ പറഞ്ഞ ബോൾ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ബോളിനകത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ വെയിറ്റ് ആയിരിക്കും അല്ലേ. വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് W തന്നിട്ടുണ്ട്. എത്രയാണ്? 2 ന്യൂട്ടൺ അല്ലേ. വെയിറ്റ് 2 ന്യൂട്ടൺ, വെയിറ്റ് ഈക്വൽ ടു 2 ന്യൂട്ടൺ വിൽ ബി ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. അത് നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എവിടെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു എളുപ്പത്തിന് താഴെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, എങ്കിലും ഒരിടത്ത് ചെയ്താൽ മതി. Okay, now the first force is the weight itself. Then reaction forces എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പം നമുക്കിപ്പം നോക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ വെയിറ്റ്, ദെൻ റിയാക്ഷൻ ഫോഴ്സസ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ടെൻഷൻ ഓർ കംപ്രഷൻ വല്ലതും നടക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കേസുകൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വെയിറ്റ് നമ്മൾ നോക്കി, വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്, അതാണ് നമ്മളിവിടെ കൊടുത്തത്. വെയിറ്റ് W ഈക്വൽ ടു 2 ന്യൂട്ടൺ. ഇനി റിയാക്ഷൻ എവിടെയാണുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ കോണ്ടാക്ട് സർഫസ് എവിടെയാണ്? കോണ്ടാക്ട് ഉള്ളിടത്തൊക്കെ ഒരു റിയാക്ഷൻ ഉണ്ടാവും അല്ലേ. ഇവിടെ വാളിൽ ഒരു കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഈ റോളർ എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ സ്ഫിയർ ഇതിലേക്കൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, വാളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ദെയർഫോർ വാൾ തിരിച്ച് എന്താണ്? ഒരു റിയാക്ഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടാവും അല്ലേ, വിച്ച് ഈസ് ഇൻ ദിസ് പർട്ടിക്കുലർ ഡയറക്ഷൻ. ലെറ്റ് ഇറ്റ് ബി R. ഞാൻ പോയിന്റ് ഏതായിരുന്നു? ഈ പോയിന്റ് B അല്ലായിരുന്നോ? അപ്പം അതുകൊണ്ട് നമ്മൾ RB നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഈ ഒരു പോയിന്റ് A ആയിരുന്നു. ഇനി അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ പോയിന്റ്സ് ഒക്കെ എവിടെയാണ് എന്ന് നോക്കാം. അത് ഫിഗറങ്ങ് പോയാ സാരില്ല. That's a figure. Then the reaction forces RB, weight acting downwards, that is 2 kilonewton weight. kilonewton. ഇനിയും നമുക്ക് ഇതിൻ്റെ ആംഗിൾ അറിയണം അല്ലേ, ഇത് ഏത് ആംഗിളിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇപ്പോൾ സപ്പോസ് ഈ തീറ്റ നമുക്ക് വേണമെന്ന് കരുതുക, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക ആ വാല്യൂ? എങ്ങനെയായിരിക്കും ഈ തീറ്റയുടെ വാല്യൂ എങ്ങനെ നമുക്ക് കിട്ടും? സിമ്പിളായിട്ട് കിട്ടും. എങ്ങനെയായിരിക്കും? അതായത് ഇതെന്താണ്? ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് ആണ് അല്ലേ, റേഡിയസ് R ആണ്. ഈ ഒരു പോയിന്റും ഈ ഒരു ലെങ്ത്തും എന്താണ്? റേഡിയസ് R തന്നെയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്തും എന്താണ്? റേഡിയസ് ഓഫ് ദ സ്ഫിയറിന് സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? R ആണ്. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ, റൈറ്റ് ട്രയാങ്കിൾ ഹൂസ് ബേസിസ് R, അതുപോലെ ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2R ആണ്. ഇനി
ഒരു ആംഗിൾ തന്നിട്ടുണ്ട് ഇവിടെ തീറ്റ. ഓക്കെ, ഇപ്പോൾ തീറ്റ തന്നിട്ടുണ്ട്. ഏതൊക്കെയോ രണ്ട് സാധനങ്ങൾ നമുക്ക് നോണാണ്. അപ്പം നോൺ സൈഡുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ വാട്ട് ഇസ് ദിസ് ലെങ്ത്? ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? അഡ്ജസൻറ്റ് സൈഡ് അല്ലേ, അഡ്ജസൻറ്റ് സൈഡ്. ഇനി വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഈ സാധനം എന്താണ്? ഹൈപ്പോട്ടിന്യൂസ്. ഈ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ അല്ലേ. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ടിന്യൂസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതിനെ നമ്മൾ പറഞ്ഞ പേരാണ് കോസ് തീറ്റ. ദെർഫോർ കോസ് തീറ്റ ഈക്വൽ ടു ആർ ബൈ 2r or cos theta equal to 1/2. That means theta equal to എന്തായിരിക്കും വരിക? cos inverse 1/2 അല്ലെങ്കിൽ 60 ഡിഗ്രി. ഓക്കെ, നമുക്ക് അവിടെ 60 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം കൺസിഡർ ചെയ്യാം. എന്താണ് ഫ്രീ ബോഡി ഡയഗ്രം, എങ്ങനെ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കത് ഈസി ആയിട്ട് വരും. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ ഒരു വട്ടങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് 2 കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം അവർ ചെയ്യേണ്ടത് യു ഹാവ് ടു റെഫർ ടു ദ യൂട്യൂബ് ലിങ്ക് ആൻഡ് വാച്ച് ദ വീഡിയോസ് ടിൽ നൗ. ഇന്നുവരെയുള്ള എല്ലാ വീഡിയോസും ഒന്ന് കാണുക. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. സോ യുവർ അറ്റൻഡൻസ് പ്ലീസ്. അറ്റൻഡൻസ് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടുക. ഓക്കെ.